ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? 2007 ലയണൽ മെസ്സി കുറച്ചു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തന്റെ കയ്യിലെടുത്തിരുന്നു. അത് യൂണിസെഫ് ചാരിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിരുന്നു. ഏറ്റവും സർപ്രൈസായ കാര്യമെന്തെന്നാൽ ആ ഫോട്ടോ ഏകദേശം 17 വർഷം ആരുടെയും ശ്രദ്ധയിൽ വന്നില്ല. പിന്നെ അത് വീണ്ടും വൈറലായപ്പോഴാണ് ലോകമറിഞ്ഞത്. മെസ്സി കയ്യിൽ പിടിച്ചിരുന്ന ആ കുഞ്ഞ് വേറെ ആരുമല്ല, സ്പെയിനിന്റെ ഫ്യൂച്ചർ സൂപ്പർസ്റ്റാർ ലമീൻ യമാലാണെന്ന്. ഇതൊരു സിനിമാ കഥയല്ല, ഫുട്ബോളിന്റെ ഏറ്റവും ഇമോഷണൽ റിയൽ സ്റ്റോറിയാണ്. ഗരീബിയും ഹെൽത്ത് പ്രോബ്ലംസും ജയിച്ച് മെസ്സി 8 ബാലോണ്ടോർ നേടുകയും 2022 അർജന്റീനയെ വേൾഡ് കപ്പ് ചാമ്പ്യനാക്കുകയും ചെയ്തു. മറുവശത്ത് ബാർസലോണയുടെ ലാമാസിയ അക്കാഡമിയിൽ നിന്ന് വളർന്ന ലമീൻ യമാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റാർസിൽ ഒരാളായി മാറി. ഒരു ദിവസം ആ കുഞ്ഞു തന്നെ സ്പെയിൻ ജേഴ്സി ധരിച്ച് വേൾഡ് കപ്പ് ഫൈനലിൽ മെസ്സിയുടെ എതിരെ നിൽക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പിന്നെ 2026 ഹിസ്റ്ററിയുണ്ടായി. സ്പെയിൻ മെസ്സിയുടെ അർജന്റീനയെ 1-0 തോൽപ്പിച്ച് വേൾഡ് കപ്പ് നേടി. ഒരു വശത്ത് ഫുട്ബോളിന്റെ ഗ്രേറ്റസ്റ്റ് ലെജൻഡ് തന്റെ അവസാന വേൾഡ് കപ്പ് കളിക്കുമ്പോൾ, മറുവശത്ത് ലമീൻ യമാലിന്റെ ജനറേഷൻ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഇതാണ് ഫുട്ബോളിൽ പാസിംഗ് ഓഫ് ദ ടോർച്ച് എന്ന് പറയുന്നത്.